Bahrain Roundup, brought to you by Lulu Exchange and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 30 വ്യാഴാഴ്ച 4 PM ന്യൂസ് ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. GCC അംഗരാജ്യങ്ങൾ പങ്കെടുത്ത ബഹ്റിൻ ഷീൽഡ് സംയുക്ത സൈനിക അഭ്യാസ പ്രകടനങ്ങൾ ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ തിയാബ് ബിൻ സഖർ അൽ നുയേമി അവലോകനം ചെയ്തു. മേഖലാതല വെല്ലുവിളികളെ നേരിടുന്നതിൽ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ സൈനിക കരുത്ത് വിളിച്ചോതുന്നതാണ് ഈ പരിശീലനമെന്ന് അദ്ദേഹം പറഞ്ഞു. പോരാട്ട സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനും സേവനങ്ങൾക്കിടയിൽ പ്രവർത്തന ഏകോപനം കൊണ്ടുവരുന്നതിനും ഇത്തരം സംയുക്ത അഭ്യാസങ്ങൾ അത്യാവശ്യമാണ്. GCC ഭരണാധികാരികളുടെ പ്രത്യേക ശ്രദ്ധയോടെ സംഘടിപ്പിച്ച ഈ അഭ്യാസം മേഖലയുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ നിർണായക ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള സായുധ സേനയുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള സൗദി അറേബ്യയുടെ അവകാശത്തിന് ബഹ്റിൻ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും UN ചാർട്ടറിനും അനുസൃതമാണെന്ന് ബഹ്റിൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. US സെൻകോമുമായി സഹകരിച്ച് സൗദി നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്തുണ അറിയിച്ച ബഹ്റിൻ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സൗദി കാണിക്കുന്ന പ്രതിബദ്ധതയെ പ്രശംസിക്കുകയും ചെയ്തു. ബഹ്റിൻ ദേശീയ ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ US ആർമി സെൻട്രൽ കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ കെവിൻ ലേഹിയുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റിനും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ കരുത്ത് ഷെയ്ഖ് നാസർ ചർച്ചയിൽ എടുത്തു പറഞ്ഞു. മേഖലയിലെ പുതിയ സുരക്ഷാ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളും യോഗത്തിൽ വിലയിരുത്തി. പ്രാദേശിക സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ ഏകോപനം ശക്തമാക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. മറ്റുള്ളവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്ത് നൽകുന്നതിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം. ഇത്തരത്തിൽ നൽകുന്ന സിം കാർഡുകൾ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ യഥാർത്ഥ ഉടമയായിരിക്കും നിയമ നടപടികൾ നേരിടേണ്ടി വരിക. മൊബൈൽ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായും ഡിജിറ്റൽ സേവനങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ സിം ഉടമകളെയാണ് ആദ്യം ചോദ്യം ചെയ്യുകയെന്ന് കേണൽ ഡോക്ടർ ഒസാമ ബഹാർ വ്യക്തമാക്കി. സ്വന്തം പേരിൽ എത്ര നമ്പറുകളുണ്ടെന്ന് പരിശോധിക്കണമെന്നും ഉപയോഗത്തിലില്ലാത്ത സിം കാർഡുകൾ ഉടനടി റദ്ദാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ബഹ്റിനിൽ ഇൻഷുറൻസ് പരിരക്ഷയുള്ള പ്രവാസി തൊഴിലാളികളിൽ 70% പേർക്കും മാസം 200 ദിനാറിൽ താഴെയാണ് വേതനമെന്ന് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട്. അതേസമയം സ്വദേശി തൊഴിലാളികളിൽ 4-ൽ ഒരാൾക്ക് 1000 ദിനാറിന് മുകളിൽ ശമ്പളം ലഭിക്കുന്നുണ്ട്. ബഹ്റിനികളുടെ ശരാശരി വരുമാനം 931 ദിനാറും പ്രവാസികളുടേത് 269 ദിനാറുമാണ്. റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ പെൻഷൻകാരിൽ പൊതുമേഖലയിൽ നിന്ന് വിരമിച്ചവർക്ക് ലഭിക്കുന്ന ശരാശരി പെൻഷൻ 1085 ദിനാറും സ്വകാര്യ മേഖലയിലുള്ളവർക്ക് 692 ദിനാറുമാണ്. വാഹന പരിശോധക തസ്തികകളിൽ നിന്ന് വിദേശ തൊഴിലാളികളെ ഒഴിവാക്കി പൂർണ്ണമായും ബഹ്റിൻ പൗരന്മാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് MP ബദർ അൽ തമീമി. വാഹനങ്ങളുടെ റോഡ് യോഗ്യത നിർണ്ണയിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രധാന വിഷയമായതിനാലാണ് ഈ ആവശ്യം. സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളുടെ വളർച്ചയോടെ വിദേശികൾ കൂടുതലായി ഈ രംഗത്തേക്ക് വന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൃത്യമായ സമയപരിധിക്കുള്ളിൽ പരിശീലനം നൽകി സ്വദേശികളെ ഈ തസ്തികകളിൽ നിയമിക്കണമെന്നാണ് പാർലമെന്റിൽ സമർപ്പിച്ച നിർദ്ദേശത്തിൽ പറയുന്നത്. ബഹ്റിനിലേക്ക് കേവലം 5 കിലോയിലധികം കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ ഏഷ്യൻ പൗരന്റെ 15 വർഷത്തെ തടവ് ശിക്ഷ അപ്പീൽ കോടതി ശരിവച്ചു. 10,000 ദിനാർ പിഴ ചുമത്തിയ കോടതി ശിക്ഷയ്ക്ക് ശേഷം ഇയാളെ നാടുകടത്താനും ഉത്തരവിട്ടു. വിമാനത്താവളത്തിൽ വെച്ച് 20 വയസ്സുള്ള യുവതിയിൽ നിന്നാണ് കസ്റ്റംസ് മയക്കുമരുന്ന് പിടികൂടിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മയക്കുമരുന്ന് ഏറ്റുവാങ്ങാനെത്തിയ പ്രധാന പ്രതിയെ പോലീസ് വലയിലാക്കുകയായിരുന്നു. ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് വിതരണത്തിനായി സൂക്ഷിച്ച മറ്റ് ലഹരി വസ്തുക്കളും ഡിജിറ്റൽ ത്രാസും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
മകന് ജോലി ലഭിക്കുന്നതിനായി സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകാൻ ശ്രമിച്ച കേസിൽ 3 പേർക്ക് 2 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ച് ഫസ്റ്റ് ലോവർ ക്രിമിനൽ കോടതി 1400 ദിനാർ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന് 1400 ദിനാർ വാഗ്ദാനം ചെയ്തതോടെ അദ്ദേഹം ആന്റി കറപ്ഷൻ ഡയറക്ടറേറ്റിൽ വിവരമറിയിക്കുകയായിരുന്നു. പബ്ലിക് പ്രോസിക്യൂഷൻ നടത്തിയ തെളിവെടുപ്പിലും ഫോൺ റെക്കോർഡിംഗുകളിലും കുറ്റം തെളിഞ്ഞതോടെയാണ് നടപടി. അഴിമതി വെച്ചുപൊറുപ്പിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ഫിലിപ്പീൻസ് എംബസിയുമായി സഹകരിച്ച് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഹെൽത്തി പിനോയ് ക്യാമ്പയിൻ സീസൺ 3 പ്രഖ്യാപിച്ചു. ആഗസ്റ്റ് 1 മുതൽ 31 വരെ അൽഹിലാലിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ക്യാമ്പയിൻ ലഭ്യമാകും. ബഹ്റൈനിലെ ഫിലിപ്പീൻസ് പൗരന്മാർക്ക് ഓഗസ്റ്റ് മാസം മുഴുവൻ സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും രക്തപരിശോധനകളും ലഭിക്കും. ഷുഗർ, കൊളസ്ട്രോൾ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ് തുടങ്ങിയ പരിശോധനകൾ ഇതിൽ ഉൾപ്പെടുന്നു. പ്രവാസി സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ അൽഹിലാൽ നൽകുന്ന പിന്തുണയെ ഫിലിപ്പീൻസ് അംബാസിഡർ ജീനസ് ജെയിം റിക്കാർഡോ പ്രശംസിച്ചു. മേഖലയിലെ സുരക്ഷാ അനിശ്ചിതാവസ്ഥയെ തുടർന്ന് ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ആഗസ്റ്റ് 2 വരെ റദ്ദാക്കി. വേനലവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാനിരുന്ന നിരവധി പ്രവാസികളാണ് ഇതോടെ വലിയ ദുരിതത്തിലായത്. മറ്റ് എയർലൈനുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഇതോടെ മറ്റ് വിമാനങ്ങളിൽ ഉയർന്ന തുക നൽകി ടിക്കറ്റ് എടുക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ടിക്കറ്റ് തുക പൂർണ്ണമായി റീഫണ്ട് ചെയ്യാനോ സൗജന്യമായി യാത്രാ തീയതി മാറ്റാനോ ഉള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സായുധ സേനയുടെ വീര്യവും സമർപ്പണവും വിളിച്ചോതി ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. അംബാസഡർ വിനോദ് കെ ജേക്കബ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കര, നാവിക, വ്യോമ അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യം പുലർത്തുന്ന ജാഗ്രതയും ദുരിതാശ്വാസ, മാനുഷിക സഹായ രംഗങ്ങളിൽ സേന നടത്തുന്ന ഇടപെടലുകളും ദൃശ്യാവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ചു. വിദേശ രാജ്യങ്ങളിലെ ഡിഫൻസ് അറ്റാഷേമാരും CMF സൈനികരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ ബന്ധത്തിന്റെ സാക്ഷ്യപത്രമായി ഈ പ്രദർശനം മാറി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.